എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. നമ്മളിതിനെ ചുരുക്കി MBO എന്ന് പറയും. എന്താണിത്? ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ടീമിന്റെ പ്രകടനത്തെ അടിമുടി മാറ്റാൻ സഹായിക്കുക? നമുക്ക് നോക്കാം, അല്ലേ? ഒരു നിമിഷം ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു ടീം എപ്പോഴും തിരക്കിലാണ്, ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ശരിക്കും അവർ പ്രൊഡക്റ്റീവ് ആണോ, അതോ വെറുതെ ബിസി ആയിട്ടിരിക്കുകയാണോ? ഈ ചെയ്യുന്ന ജോലികളൊക്കെ കമ്പനിയുടെ വലിയ ലക്ഷ്യത്തിലേക്ക് തന്നെയാണോ എത്തുന്നത്? ആ ഒരു സംശയമില്ലേ? അവിടെയാണ് MBOയുടെ പ്രസക്തി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നത്തിനുള്ള ഒരു കിടിലൻ പരിഹാരമാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഇതൊരു വെറും ടെക്നിക്കല്ല കേട്ടോ, ഇതൊരു സിസ്റ്റമാണ്. മുകളിൽ നിന്ന്, അതായത് മാനേജ്മെന്റിൽ നിന്ന് താഴെത്തട്ടിലുള്ള ജീവനക്കാരിലേക്ക് വരെ വളരെ കൃത്യമായ നേടാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു രീതി. ഇതിന്റെ പിന്നിലുള്ള ആൾ ആരാണെന്നറിയോ? സാക്ഷാൽ മാനേജ്മെന്റ് ഗുരു പീറ്റർ ഡ്രക്കർ. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സിസ്റ്റമാണ്. വ്യക്തിഗത മാനേജർമാരുടെ പ്രകടനം മാത്രമല്ല, മൊത്തത്തിലുള്ള കമ്പനിയുടെ പ്രകടനം മെച്ചപ്പെടുത്താനുള്ള ഒരു സിസ്റ്റം. അതായത് ജീവനക്കാരനും വളരണം, കമ്പനിയും വളരണം. അതാണ് പോയിന്റ്. ശരി, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഇതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തിനാണ് നമ്മൾ MBO ഉപയോഗിക്കുന്നത്? അതാദ്യം അറിയണമല്ലോ. ഇപ്പം നിങ്ങളൊരു ജീവനക്കാരനാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, എനിക്കിതുകൊണ്ട് എന്തു ഗുണം എന്ന്. പറയാം. ഒന്നാമതായി, നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. പിന്നെ നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചുള്ള റോളുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നമ്മളിതിനെ കീ റിസൾട്ട് ഏരിയാസ് അഥവാ KRAs എന്നൊക്കെ പറയും. അപ്പോൾ സ്വാഭാവികമായും ജോലി ഒരു ഭാരമായി തോന്നില്ല. ജോലിയോടുള്ള ഇഷ്ടം കൂടും, കമ്പനിയോടൊരു കൂറും തോന്നും. സിമ്പിൾ. ഓക്കെ, അത് ജീവനക്കാരുടെ കാര്യം. ഇനി കമ്പനിയുടെ ഭാഗത്തുനിന്ന് നോക്കിയാലോ? അവിടെയും ഗുണങ്ങൾ ഒരുപാടുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നു, ഒരു പോസിറ്റീവ് വർക്ക് കൾച്ചർ വരുന്നു, ഓരോരുത്തർക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് എല്ലാവരും നല്ല മോട്ടിവേറ്റഡ് ആയിരിക്കും. പിന്നെ ആര് നന്നായി പെർഫോം ചെയ്യുന്നു എന്ന് അളക്കാനൊരു ബെഞ്ച് മാർക്ക് ഉണ്ടാകും. ഇതെല്ലാം ചേരുമ്പോൾ കമ്പനി താനേ വളരും. അപ്പോൾ ഗുണങ്ങൾ നമ്മൾക്ക് മനസ്സിലായി. ഇനി MBO വർക്ക് ചെയ്യാൻ ആവശ്യമായ 5 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഗോൾ ഓറിയന്റേഷൻ. പേര് പോലെ തന്നെ ലക്ഷ്യങ്ങൾക്കാണിവിടെ പ്രാധാന്യം. ഓരോ ജീവനക്കാരൻ്റെയും ചെറിയ ചെറിയ ലക്ഷ്യങ്ങളെ കമ്പനിയുടെ വലിയ ലക്ഷ്യവുമായി കണക്ട് ചെയ്യുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ ദിശയിലേക്ക് നീങ്ങും, യാതൊരു കൺഫ്യൂഷനുമില്ല. രണ്ടാമത്തത്, കീ റിസൾട്ട് ഏരിയാസ് അല്ലെങ്കിൽ KRAs. ഇതെന്താന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയകൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സെയിൽസ് ടീമിന്റെ KRA ചിലപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക എന്നതായിരിക്കാം. അപ്പോൾ MBO ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. മൂന്നാമത്തെ ഘടകം, മൾട്ടിപ്പിൾ അക്കൗണ്ടബിലിറ്റി. അതായത് ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഒരാളുടെ തലയിൽ മാത്രമല്ല വരുന്നത്, പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇതിൽ പങ്കുണ്ടാവും. അപ്പോൾ പിന്നെ ക്രെഡിറ്റ് ഞാൻ മാത്രം എടുക്കും എന്നുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ഓവർലോഡ് വന്ന് തളർന്നു പോകുന്ന അവസ്ഥയൊക്കെ ഒഴിവാക്കാം. നാലാമത്തെ പോയിന്റ്, സിംപ്ലിസിറ്റി ആൻഡ് ഡൈനാമിസം. MBOയുടെ ഏറ്റവും വലിയൊരു ഭംഗി അതിൻ്റെ ലാളിത്യമാണ്. ഇതിന് വലിയ സ്പെഷ്യലിസ്റ്റ് ജ്ഞാനമൊന്നും വേണ്ട. ഏത് ഓർഗനൈസേഷനും, അത് വലുതായാലും ചെറുതായാലും, ഇത് ഈസിയായി ഉപയോഗിക്കാം. അത്രയ്ക്ക് ഫ്ലെക്സിബിളാണ്. അഞ്ചാമത്തേതും അവസാനത്തേതുമായ പോയിന്റ്, ഇത് കോംപ്രിഹെൻസീവാണ്. അതായത് ഇത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. പൈസയുടെ കാര്യം, ആളുകളുടെ കഴിവുകൾ, ചെറിയ ടാസ്കുകൾ, വലിയ ലക്ഷ്യങ്ങൾ, ഷോർട്ട് ടേം, ലോങ് ടേം, എല്ലാത്തിനെയും ഇത് ഒരുമിച്ച് കൊണ്ടുപോകുന്നു. ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയാം. ശരി, അപ്പോൾ MBOയുടെ പ്രധാന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ അറിയാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഇതെങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് നോക്കാം. MBO നടപ്പിലാക്കാനുള്ള പ്രോസസ്സ് ശരിക്കും വളരെ സിമ്പിളാണ്. വെറും 5 സ്റ്റെപ്പുകൾ. സ്റ്റെപ്പ് 1, കമ്പനിയുടെയും ജീവനക്കാരുടെയും ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യുക. സ്റ്റെപ്പ് 2, അവരുടെ പ്രോഗ്രസ് തുടർച്ചയായി മോണിറ്റർ ചെയ്യുക. സ്റ്റെപ്പ് 3, പെർഫോമൻസ് വിലയിരുത്തുക. സ്റ്റെപ്പ് 4, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, കൃത്യമായ ഫീഡ്ബാക്ക് കൊടുക്കുക. അവസാനം സ്റ്റെപ്പ് 5, നന്നായി പെർഫോം ചെയ്യുന്നവർക്ക് റിവാർഡ് കൊടുക്കുക. ഈ 5 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മതി. MBO ഇല്ലാത്തൊരു സ്ഥാപനവും ഉള്ളൊരു സ്ഥാപനവും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാത്ത അവസ്ഥയിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കൃത്യമായ ലക്ഷ്യങ്ങളുള്ള ഒരവസ്ഥയിലേക്ക് വരും. ജീവനക്കാരുടെ കൺഫ്യൂഷൻ മാറി ഓരോരുത്തർക്കും അവരുടെ റോളിൽ ക്ലാരിറ്റി വരും. കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ മാറി നല്ലൊരു ഫീഡ്ബാക്ക് കൾച്ചർ വരും. ചുരുക്കി പറഞ്ഞാൽ ടീം അടിമുടി മാറും. അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് ഓർത്തുവെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം, അല്ലേ? ഓർമ്മിക്കേണ്ട പ്രധാന ടേക്ക്അവേസ് ഇവയാണ്. 1, MBO നിങ്ങളുടെയും കമ്പനിയുടെയും ലക്ഷ്യങ്ങളെ ഒന്നാക്കുന്നു. 2, ഇത് കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, ക്ലാരിറ്റി എന്നിവ കൂട്ടുന്നു. 3, ആ 5 സ്റ്റെപ്പ് പ്രോസസ്സ് ഓർക്കുക. ഡിഫൈൻ, മോണിറ്റർ,
ഇവാലുവേറ്റ്, ഫീഡ്ബാക്ക്, റിവാർഡ്. ഏറ്റവും പ്രധാനമായി വെറുതെ തിരക്കിട്ട് ജോലി ചെയ്യുന്ന ബിസി വർക്കിനെ ശരിക്കും റിസൾട്ട് തരുന്ന പ്രൊഡക്റ്റീവ് വർക്കാക്കി ഇത് മാറ്റുന്നു. പോകുന്നതിനു മുൻപ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ തരാം. നാളെ മുതൽ നിങ്ങളുടെ ടീമിലെ ഓരോരുത്തർക്കും അവരുടെ ലക്ഷ്യമെന്താണെന്ന് വളരെ വ്യക്തമായൊരു ധാരണയുണ്ടെങ്കിൽ അവരുടെ ജോലി ചെയ്യുന്ന രീതിയിൽ എന്തു മാറ്റമായിരിക്കും വരിക? ഒന്നാലോചിച്ച് നോക്കൂ. ആ മാറ്റം തന്നെയായിരിക്കും MBOയുടെ ഏറ്റവും വലിയ വിജയം.